നമസ്കാരം. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ ഇടയിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ കുറച്ച് നാളായി പ്രവർത്തിക്കുന്ന ഒരു ചാനലുണ്ട്, ന്യൂസ് മലയാളം 24. ഈ ചാനലിന് പുതിയ മാനേജ്മെൻറ്റ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ആയത്. സ്ഥാപനത്തിൻ്റെ 60% ഷെയറാണ് പുതിയ മാനേജ്മെൻ്റായിട്ടുള്ള BLM സൊസൈറ്റിയുടെ ചെയർമാനായ പ്രേംകുമാർ വാങ്ങിയിരിക്കുന്നത്. ഇതോടുകൂടി ചാനലിൽ അടിമുടി മാറ്റം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ 2024 മെയ് 29 ന്യൂസ് മലയാളം 24 എന്ന ചാനൽ ഹർഷൻ പൂക്കാരൻ, TM ഹർഷനും സനീഷ് ഇളയടത്തിലും എഡിറ്റോറിയലിന് നേതൃത്വം നൽകുന്ന ചാനൽ നമ്മുടെയൊക്കെ സ്വീകരണ മുറിയിൽ എത്തിത്തുടങ്ങിയത്. തുടക്കത്തിൽ തന്നെ ആ ചാനലിന് വലിയ നിലവാരം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഒരു CPMൻ്റെ ഒരു സൈബർ പോരാളി, അല്ലെങ്കിൽ ഒരു അന്തം കമ്മി ലെവൽ, അതുമല്ലെങ്കിൽ കൈരളിയുടെ B ടീം എന്ന നിലയിലേക്ക് ആ ചാനൽ വളരെ പെട്ടെന്ന് കൂപ്പുകുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും ന്യൂസ് മലയാളം 24ൻ്റെ പല മാധ്യമപ്രവർത്തകരും അവരുടെ പച്ചയായ പൊളിറ്റിക്സ് പച്ചയായി തന്നെ അവതരിപ്പിക്കുന്ന നിലയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺ സ്ക്രീനിലായിക്കോട്ടെ, ഓഫ് സ്ക്രീനിലായിക്കോട്ടെ, അത്തരത്തിൽ ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ ആ ചാനൽ അങ്ങനെ മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ ആ ചാനലിൽ വലിയ നഷ്ടം നേരിടേണ്ട നിലയും വന്നു. ആളുകളുടെ സ്വീകരണ മുറിയിൽ നിന്ന് അവർ പെട്ടെന്ന് തന്നെ ഈ ചാനലിനെ സ്കിപ്പാക്കുകയും ചെയ്യുന്ന നിലയുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ 2023 ഡിസംബർ 18 S+ മീഡിയ എന്ന് പറയുന്ന മദർ പ്ലാറ്റ്ഫോം, തമിഴക കേബിൾ TV കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ന്യൂസ് മലയാളം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിക്കുകയും അതിൻ്റെ ചെയർമാനായി P സകിലൻ വരികയും ചെയ്തത്. അദ്ദേഹം ഒട്ടേറെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം തമിഴ്നാട്ടിലും ഇത്തരത്തിൽ സമാനമായി തന്നെ ഒരു ചാനൽ പ്രവർത്തിപ്പിക്കുന്നതുമാണ്. അതിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ മലയാളത്തിൽ ഒരു ഗംഭീര ന്യൂസ് ചാനൽ എന്ന നിലയിൽ ഒരു ചാനൽ ആരംഭിക്കുന്നത്. പക്ഷേ ഈ ഹർഷൻ പൂക്കാരൻ്റെയും സനീഷ് ഇളയടത്തിൻ്റെയൊക്കെ കൃത്യമായ രാഷ്ട്രീയം അവരുടെ വാർത്തകളിൽ കുത്തിക്കയറ്റാൻ തുടങ്ങിയതോടുകൂടി ആളുകളെല്ലാം തന്നെ ഈ ചാനലിനെ കൈവിടുകയായിരുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇടയ്ക്ക് ചില ഗിമ്മിക്കുകൾ കാണിച്ചതിൻ്റെ ഭാഗമായി ബാർക്ക് റേറ്റിങ്ങിലൊക്കെ 4-5 സ്ഥാനങ്ങളിൽ 1-2 തവണകളിലായി അവർക്ക് വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിലുള്ള ആ ചാനൽ ഒരു നഷ്ടത്തിലേക്ക് പോകുന്ന ഘട്ടം ഉണ്ടായിരുന്നപ്പോൾ ചാനൽ പൂർണ്ണമായിട്ടും വിൽക്കുക എന്ന നിലയിലേക്കൊക്കെ P സകിലനും ടീമും ആലോചിച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും വിൽക്കുക എന്നുള്ള ഒരു ആദ്യത്തെ ആലോചന മാറ്റിവെച്ചുകൊണ്ട് ചാനലിലെ 60% ഷെയറാണ് ഈ കമ്പനിയുടെ, അതായത് ന്യൂസ് മലയാളം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 60% ഷെയറാണ് ഈ BLMൻ്റെ ചെയർമാനായിട്ടുള്ള പ്രേംകുമാറിന് നൽകിയിരിക്കുന്നത്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറയുന്ന BLM വളരെ കാലമായി നമുക്കിടയിൽ പ്രവർത്തിക്കുന്നതാണ്. ഏകദേശം 2 പതിറ്റാണ്ട് 20 വർഷത്തോളമായി 2006 ഈ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത്. അതിനുശേഷം തമിഴ്നാട്ടിലും കേരളത്തിലേക്കായി ഏകദേശം 150ഓളം ബ്രാഞ്ചുകളുള്ള ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമാണ് BLM. അവർ ഏതൊക്കെ മേഖലകളിൽ കൈ തൊട്ടിട്ടുണ്ടോ ആ മേഖലകളിലെല്ലാം തന്നെ അവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളം അതിനൊരു സാക്ഷികൾ കൂടിയാണ്. അവർ എല്ലാ മേഖലയിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ മലയാളം ന്യൂസ് ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവരുടെ ഇത്രയും നാളത്തെ ഒരു ബയോഡേറ്റ അറിയുന്ന ആരും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഈ BLM സൊസൈറ്റിയുടെ ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ ഈ ചാനൽ വാങ്ങിയതിനു ശേഷം അതിൻ്റെ എഡിറ്റോറിയലിലും അതിൻ്റെ കണ്ടന്റിലും ചാനലിൻ്റെ സാങ്കേതിക വിദ്യയിലുമൊക്കെ അടിമുടി മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എഡിറ്റോറിയൽ ബോർഡിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് എഡിറ്റോറിയൽ ബോർഡിന് ഒരു ന്യൂട്രൽ ന്യൂസ് സ്ട്രാറ്റജി ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം നൽകും എന്നാണ് നമുക്കറിയുന്നത്. ഇത്രയും നാളും അവരൊരു ലെഫ്റ്റ് ടീമായിട്ട് പലപ്പോഴും CPMനെതിരെ വരുന്ന വാർത്തകളെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു അന്തം കമ്പി നിലപാടിലേക്ക്, അല്ലെങ്കിൽ ഒരു പോരാളി ഷാജി നിലവാരത്തിലേക്ക് അവർ തരം താന്നിരുന്ന ആ ഒരു എഡിറ്റോറിയൽ പോളിസിയെ മാറ്റിക്കൊണ്ട് CPMനെതിരായിക്കോട്ടെ, BJPക്കെതിരായിക്കോട്ടെ, കോൺഗ്രസിനെതിരായിക്കോട്ടെ, ഏത് തരത്തിലുള്ള പാർട്ടികൾക്കോ രാഷ്ട്രീയത്തിനോ മതത്തിനോ മറ്റെന്തോ എതിരാണെങ്കിലും ശരി, ആ വാർത്തകളിലെ സത്യസന്ധത എന്തെന്ന് മനസ്സിലാക്കി പൂർണ്ണമായിട്ടും ഏകപക്ഷീയമായി വാർത്ത നൽകാൻ, ആ വാർത്തയുടെ അന്തസ്, അതിൻ്റെ സത്ത് മനസ്സിലാക്കിക്കൊണ്ട്
അതിനെ ന്യൂട്രലായിട്ട് മാത്രം നൽകുക എന്ന നിലയിലേക്കുള്ള എഡിറ്റോറിയൽ പോളിസി ഉണ്ടാക്കുക എന്നുള്ളതാണ് പുതിയ മാനേജ്മെൻറ്റ് ആദ്യമായി അവിടെ ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് ലഭ്യമാവുന്ന വിവരം. അത്തരത്തിലുള്ള എഡിറ്റോറിയൽ പോളിസിക്ക് ആരെങ്കിലും അത് അംഗീകരിക്കാതെയോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ മാനസികമായ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും അന്തംഗമികൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ചാനൽ വിട്ട് മറ്റു ചാനലിലേക്ക് പോകാനുള്ള സാഹചര്യവും പുതിയ മാനേജ്മെൻറ്റ് ഒരുക്കി കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിസാറ്റിന് തന്നെ പുതിയ സാങ്കേതികവിദ്യയായിട്ടുള്ള വിസ് പൈലറ്റ് എഡ്ജ് എന്ന് പറയുന്ന ഒരു സാങ്കേതികവിദ്യയാണ് AR VR XRന് വേണ്ടിയിട്ട് ഈ ചാനലിൽ ഉപയോഗിക്കുന്നത് തുടക്കം മുതൽ തന്നെ. മാത്രമല്ല അവിടെ ടെംപ്ലേറ്റ് ബാഡ്ജ് എന്ന് പറയുന്ന തരത്തിലുള്ള ഐഡിയാസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഈ സംവിധാനങ്ങൾ എല്ലാം ഉപയോഗിക്കുന്നതിൽ അതിൽ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ വേർഷൻ ഈ വിസാറ്റിൻ്റെയൊക്കെ തന്നെ പുതിയ വേർഷനായിട്ടുള്ള AR VR XR സാങ്കേതികവിദ്യ ഈ ചാനലിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഈ സാങ്കേതികവിദ്യയുടെ അപ്ഡേഷനോടൊപ്പം തന്നെ ക്യാമറകളിലും ഗ്രാഫിക്സിലും ലൈറ്റിങ്ങിലും തുടങ്ങി അടിമുടി ചാനലിൻ്റെ A to Z മേഖലകളിലും മാറ്റം ഉണ്ടാകും തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ബിഗ് TVയും ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ബിഗ് TVയും റിപ്പോർട്ടർ TVയും ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും ഒക്കെ ഉൾപ്പെടുന്ന 24 ഒക്കെ ഉൾപ്പെടുന്ന മറ്റ് മെയിൻ ചാനലുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ആ ചാനലിലെ മുഖമായി മാറിയിരിക്കുന്ന പല അവതാരകരും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുമൊക്കെ വരും ദിവസങ്ങളിൽ ന്യൂസ് മലയാളം 24 നിങ്ങൾക്ക് കണ്ടേക്കാം. കാരണം അവരുമായിട്ടുള്ള ആദ്യഘട്ട ചർച്ചകൾ ഓൾറെഡി തന്നെ പൂർത്തിയായതാണ്. നേരത്തെ തന്നെ ന്യൂസ് മലയാളം 24 വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ചാനലിൽ ഷെയർ വാങ്ങുന്നതിന് മുമ്പ് തന്നെ പല മാധ്യമപ്രവർത്തകരുമായി മുതിർന്ന മാധ്യമപ്രവർത്തകരുമായി അല്ലെങ്കിൽ കഴിവുള്ള മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ ഈ BLM ഗ്രൂപ്പ് ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകളുടെയൊക്കെ ഒടുവിലാണ് ഈ 60% ഷെയർ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ വളരെ പൊടുന്നു തന്നെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏകദേശം ഒരു മെയ് 15-നുള്ളിൽ തന്നെ ചാനലിലേക്ക് മുഖ്യധാര മറ്റ് ചാനലുകളിലെ മാധ്യമപ്രവർത്തകർ, അതായത് ഫേസ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർ, ഇപ്പോൾ നിലവിലുള്ള ഹർഷൻ പൂക്കാരനോ അല്ലെങ്കിൽ ഈ പറയുന്ന സനീഷ് ഇളയടത്തിൽ മാത്രമാണ് ചാനലിലെ ഫേസ് ആയിട്ട് നിലനിൽക്കുന്നത്. അവരെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ നിലനിർത്തിക്കൊണ്ട് അവർക്കൊപ്പം തന്നെ മറ്റ് പുതിയ ഒരുപാട് അവതാരകരായിട്ടുള്ള ഫേസുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ചാനലിലേക്ക് കൂടുതൽ മാധ്യമപ്രവർത്തകർ, അതായത് കൂടുതൽ ഫേസുകൾ എത്തുന്നതോടൊപ്പം തന്നെ ചാനലിലെ എഡിറ്റോറിയൽ ബോർഡിൽ ശക്തമായ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ദേശീയ വാർത്തകൾ കൃത്യമായി നൽകുക എന്നുള്ള ഒരു കാര്യം അത് പല ചാനലുകളും മടിക്കുന്ന ഒരു കാര്യമാണ്. ദേശീയ തലത്തിലുള്ള വാർത്തകൾ പലപ്പോഴും അത് BJPക്ക് അനുകൂലമാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ഒരു വാർത്തകൾ നൽകുന്നതിൽ പലർക്കും വലിയ വിയോജിപ്പ് ഉള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാനൽ മേഖലയിലെ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഭൂരിഭാഗം പ്രവർത്തിക്കുന്നത് CA2 മാധ്യമപ്രവർത്തകരാണ്, അല്ലെങ്കിൽ മാധ്യമ സഖാക്കളാണ്. അത്തരത്തിലുള്ള മാധ്യമ സഖാക്കൾക്ക് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് തന്നെ ദേശീയ വാർത്തകളും നരേന്ദ്രമോദി അനുകൂല വാർത്തകളും BJP അനുകൂല വാർത്തകളും കോൺഗ്രസ് അനുകൂല വാർത്തകളും CPM അനുകൂല വാർത്തകളും അങ്ങനെ എല്ലാവിധ വാർത്തകളും എല്ലാ പൊളിറ്റിക്സിനെയും ഒരേപോലെ സ്വീകരിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നൽകുക എന്നുള്ളതോടൊപ്പം തന്നെ ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിൽ അടിമുടി മാറ്റം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ലോക്കലി ഓരോ പ്രദേശങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രദേശത്തെ വാർത്തകൾ കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് അതിന് കൃത്യമായി ഫോളോ അപ്പ് കൊടുത്തുകൊണ്ട് ആ വാർത്തകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ലോക്കലി ആളുകളുടെ സ്വീകരണ മുറികളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എഡിറ്റോറിയൽ പോളിസി ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും BLMന് വലിയ ആശംസകൾ നേരുകയാണ്. BLM തുടങ്ങി വെച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ കാലെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും അവർക്ക് സക്സസ് റേറ്റ് ഉള്ളതാണ്. അതേ സക്സസ് റേറ്റ് ന്യൂസ് മലയാളം 24ന്റെ ഈ പുതിയ മാനേജ്മെന്റ് എന്ന നിലയിൽ അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.